സാറേ, നിങ്ങൾ കുടിക്കാത്തവരെ ഊതിക്കുന്നത് ശരിയല്ല. This is not right. എടാ ഒന്നും മിണ്ടാതിരിയടാ. വാടാ. ഇല്ല, ഈ സാറ് സോറി പറയാതെ നമ്മൾ ഇവിടുന്ന് പോവില്ല. ഇതെന്റെ പ്രതിഷേധമാ. പറ സാറേ, സാറിന്റെ പേര് അരുൺ. സാറ് സോറി പറ. SORRY. സോറി പറ സാറേ. സാറേ ഒരു വാക്കല്ലേ സാറേ, പറ സാറേ. എന്താടാ നിന്റെ പ്രശ്നം? സാറേ, എന്റെ ഭാര്യ എന്നോട് കള്ളം പറഞ്ഞു. അവളെന്നെ ചതിച്ചു. അതേ എന്റെ പ്രശ്നം. നീ ഏത് കൂടിയ സാധനോട് അടിച്ചേ? എന്റെ പ്രശ്നം ഇത്രയും നേരം പറഞ്ഞിട്ട് സാറിന് മനസ്സിലായില്ലേ? സാറേ, കുടിക്കാത്ത എന്റെ ഫ്രണ്ടിനെ കൊണ്ട് സാറ് ഊതിപ്പിച്ചു. അതുകൊണ്ട് സാറ് ഇവരോട് സോറി പറയണം. അതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. വേണ്ട, സോറി ഒന്നും വേണ്ട, നമുക്ക് പോകാം. പറയൂ മിസ്റ്റർ പോലീസ്, മാപ്പ് പറയൂ. എന്റെ കൂട്ടുകാരനോട് മാപ്പ് പറയൂ. ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. അവിടെ വെച്ച് മാപ്പ് പറഞ്ഞാൽ മതിയോ? നോ 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 നോ, ദാറ്റ്സ് റോങ്. ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ പറയണം. ആസ് എ പോലീസ് ഓഫീസർ താങ്കൾക്ക് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിയില്ലേ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ പോലീസ് ആയത്? അതുകൊണ്ടല്ലേ കുടിക്കാതെ എന്റെ കൂട്ടുകാരനെ ഊതിച്ചത്. അല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? യു ആർ റോങ്. അപ്പൊ നിങ്ങളാണ് പ്രശ്നം. ഇവൻ എങ്ങനെ ശരിയാവില്ല. പിടിച്ച് കയറ്റി വണ്ടിയില്ല. മിസ്റ്റർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, നിങ്ങളെ വണ്ടിയിൽ AC ഉണ്ടോ? നിനക്ക് ഞാൻ ലോക്കപ്പിൽ AC ഇട്ട് പിടിച്ചു വണ്ടി കയറോ. അവൻ അബദ്ധം പറ്റിയത് സാറേ. സാറേ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ സംഭവിച്ചാല് നല്ല വിഷമമുണ്ട് സുധിക്ക്. എന്നിട്ടും ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സവൻ കാണിച്ചു. ആന്റി വന്നില്ലായിരുന്നെങ്കിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. നീ കോഫി കുടിക്ക്. ആന്റി അവനെ കാവലിരിക്കുക. നീ അവനെ വിളിച്ച് ഇവിടേക്ക് വരാൻ പറ. ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. നീ ഒരു അരമണിക്കൂർ സംസാരിച്ചാ മതി. അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. അവന്റെ അമ്മയെ പേടിച്ച് അവൻ വരുവോ? വേണ്ട രീതിയിൽ വിളിച്ച് അവൻ വരും. നീ വിളിക്ക്. അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. അവൻ ഫോൺ ഓൺ ചെയ്യാറില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും സുധിയെ കണ്ടേ പറ്റൂ. അവൻ എന്റെ കൈക്കുള്ളിൽ വന്നാ ഞാൻ രക്ഷപ്പെട്ടു. അവനെ വരുത്തും ഞാൻ. Actually, why are you keeping me here? What's the problem? മലയാളത്തിൽ പറടാ, നിനക്ക് മലയാളം അറിയാലോ. Yes, I know മലയാളം. നിങ്ങൾ സോറി പറഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിന് പോവാം. അതുകൊണ്ട് സോറി പറ. സോറി പറഞ്ഞാൽ മാത്രം മതിയോ? അതോ നിന്റെ കാലം പിടിക്കണോ? കാല് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. You know, I am a well-educated person with 7 degrees. അതിന്റെ റെസ്പെക്റ്റ് ഒക്കെ കുറച്ച് തരണം. എൻ്റെ വിസിറ്റിംഗ് കാർഡ് എവിടെ? Just a minute. I will show you. സാറ് നോക്ക്, ഞാൻ എത്ര ഡിഗ്രി വാങ്ങിച്ചിട്ടുണ്ടെന്ന് നോക്ക്. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ഇത് വാങ്ങാൻ പറ്റുമോ? ഇതൊക്കെ നിന്റെ പോക്കറ്റ് തന്നെ വെച്ചാൽ മതി. മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഓഹോ, അങ്ങനെയാണോ? മിസ്റ്റർ പോലീസ്, ഒച്ച വെക്കരുത്. പഠിച്ചതിന്റെ വല്ല വിവരമുണ്ടോ നിനക്ക്?
ഉണ്ടെങ്കിൽ ഈ കോലത്ത് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? എന്തിനാ കുടിക്കാതെ വണ്ടി ഓടിച്ച എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ ചെക്ക് ചെയ്തത്? അത് തെറ്റല്ലേ? അതുകൊണ്ട് സോറി പറ. ഞാൻ കുറച്ച് കുടിച്ചിരുന്നു. എന്തിനു കുടിച്ചു? എന്റെ ഭാര്യ എന്നോട് കള്ളം പറഞ്ഞു. അവൾ എന്നെ ചതിച്ചു. വാടക്കടാ, ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. മര്യാദയ്ക്ക് അവിടെ ഇരിക്കടാ. സാറെന്നെ വരട്ടാണോ? ഞാൻ മിണ്ടിയ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ അടിക്കോ? എന്റെ അനിയനെ അറിയോ നിങ്ങള്? അവൻ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നിങ്ങളെയൊക്കെ ടിഷും നീ എഴുതി തൂക്കിയെടുത്ത് വെളിയെറിയും. ആരാടാ നിന്റെ അനിയൻ? നിങ്ങൾക്കാർക്കും അവനെ കുറിച്ച് അറിയില്ല. അവനെ എന്നെ പോലെ അല്ല, ഭയങ്കര ദേഷ്യക്കാരനാ. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ഓ, നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുള്ള കാര്യം അവനെങ്ങാനും അറിഞ്ഞ അവൻ ഇങ്ങോട്ട് ഓടി എത്തും. ഇങ്ങോട്ട് അവൻ വന്ന് എന്താ സാറേ നിങ്ങളുടെയൊക്കെ കാര്യം മൊത്തത്തിൽ പോക്ക. നിന്റെ വീടിന്റെ അഡ്രസ് പറ. എന്തിനാ സാറിന് എന്റെ വീടിന്റെ അഡ്രസ് റെയ്ഡ് ചെയ്യാനോ? സാർ, ഇവന് വട്ടാണെന്നാ തോന്നുന്നേ. അയ്യോ, ഞാൻ വട്ടണമൊന്നുമല്ല. ഐ എം എ വെൽ എഡ്യൂക്കേറ്റഡ് ബിസിനസ്മാൻ. യു നോ വാട്ട്? നിങ്ങൾ എന്റെ മദ്യപിക്കാത്ത ഫ്രണ്ടിനെ കൊണ്ട് ഫൂതിച്ചില്ലേ? അതുകൊണ്ട് സോറി പറയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. നിങ്ങളെ കൊണ്ട് ഞാൻ അത് പറയിപ്പിക്കും. അതെ, ഇവന് ഇങ്ങനെ വിട്ട് ശരിയാവില്ല. ഇവന്റെ ഷർട്ട് അഴിപ്പിക്കുന്ന നല്ലത്. ഇവന്റെ ഷർട്ട് ഞാൻ അഴിപ്പിക്കും സാർ. എനിക്കൊരു വക്കീല വേണം. അതൊന്നും പറ്റില്ല. എന്തിനാ വൃത്തിയാണെങ്കിൽ അയ്യേ ഇങ്ങോട്ട് കേറാ. എന്റെ ഷർട്ട് തരാം. എന്റെ ഷർട്ട് നിങ്ങൾക്ക് വേറെ ഷർട്ടില്ല. അല്ല, എന്റെ ഷർട്ട് ഞാൻ സാറേ, എന്റെ ഷർട്ട് സാറിന് യൂണിഫോം ഇല്ലേ? മിണ്ടായിരിക്കടാ, ഇനി വാ തുറന്ന നിന്റെ പാന്റ് കൂടി അടിക്കും. അയ്യോ, ഞാൻ തരൂല. ഷർട്ടും പോയി, എന്റെ ഭാര്യയും പോയി. അവൾ എന്നെ ചതിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താണെന്തേ പ്രത്യേകിച്ച്? അല്ല, നീ സുധിയെ കണ്ടിരുന്നോ? അവന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഷോപ്പിൽ പോയപ്പോ അവിടെ ഇല്ല. സുധിയെ പോലീസ് വിളിച്ചോണ്ട് പോയി. പോലീസ് വിളിച്ചെന്നോ? എന്താ പ്രശ്നം? വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞിരുന്നു. അവൻ്റെ ഭാര്യ അവനോട് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ അവന് വലിയ വിഷമമുണ്ട്. അതുകൊണ്ടവൻ ബാറിൽ പോയി നന്നായി കുടിച്ചു. കുടിച്ചെന്നോ? അല്ല, അങ്ങനെ കുടിച്ച വിഷമം മാറുമോ? കുടിച്ച് ബാറിൽ വല്ല പ്രശ്നം ഉണ്ടാക്കി കാണും. അതായിരിക്കും പോലീസ് പൊക്കി കൊണ്ടുപോയേ. ഇല്ലില്ല, ഞാൻ ബാറിൽ ചെന്ന് അവന് ഒരു വിധത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവൻ എന്തൊക്കെയായി കാണിക്കുന്നേ? എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? അച്ഛ വിഷമിക്കാതെ.
പിടിച്ചോണ്ട് പോകാൻ മാത്രം അവനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വലിയ കേസൊന്നും അല്ല. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. ആനന്ദേ വാ. അച്ഛൻ എന്താ ഇത്? വിഷമിക്കാതെ. കുടുംബത്തിന്റെ താളം തെറ്റിയല്ലോടാ. എടാ അവൻ അച്ഛൻ കരയാതെ. അതിന് മാത്രം എന്താ ഉണ്ടായേ? ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. എങ്കിൽ പിന്നെ ഞാനും വരാം. അച്ഛൻ എന്തിനാ വരുന്നത്? അച്ഛൻ ഇവിടെ ഇരുന്നോ? ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. ശരാ, അവൻ എൻ്റെ മോനല്ലേടാ. എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഞാനിവിടെ നിൽക്കാം? ഞാൻ വരാം. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട്. എന്റെ ഏട്ടൻ സുധി ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. സുധി, എടാ മോനെ, എന്താടാ ഇത്? നീ തന്നെയാണോ ഇത്? എന്ത് കോലോടാ ഇത്? എന്റെ ഷർട്ടൊക്കെ എന്തി? അച്ഛാ, സാർ, അവന്റെ ഷർട്ടൊക്കെ എവിടെ? ഇവന് പാൻറ്റെങ്കിലും ഉണ്ടല്ലോ, അതിന് സന്തോഷിക്കേ. സാർ, എന്തിനാ ഇവനെ ലോക്കപ്പെട്ടിരിക്കുന്നത്? അതിന് മാത്രം എന്ത് കുറ്റം അവൻ ചെയ്ത്? വെള്ളം ഒഴിച്ച് പ്രശ്നം ഉണ്ടാക്കിയ ഇവനെ പിന്നെ എന്താ ചെയ്യേണ്ടത്? കയ്യിലെടുത്ത് കൊഞ്ചിക്കണോ? മോനെ, എന്താടാ ഇത്? ഞാനൊരു തെറ്റും ചെയ്യില്ല അച്ഛാ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്താടാ ഇവിടെ? ഇതിന്റെ ഏട്ടനാ. ഓ, അത് ശരി. നിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം നിന്നെ പോലെ തലതിരിഞ്ഞവരാണല്ലേ? നിങ്ങളാണോ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നേ? ഐ, കൂട്ടിക്കൊണ്ടുവന്നാലടാ, തൂക്കിയെടുത്തോണ്ട് വന്നവന്. ഇവന് ബോധമില്ലായിരുന്നേ. എന്നോടുള്ള ദേഷ്യം ഇവനോട് കാണിച്ചതല്ലേ? ഷടാ, ഇവൻ നിന്റെ ചേട്ടനാന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഏട്ടൻ കുടിയൻ, അനിയൻ റൗഡി. കൊള്ളാം. നിങ്ങളിവിടെ അച്ഛനാണോ? ആ, നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട് കേട്ടോ. എന്റെ മോൻ കുടിയനല്ല. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവൻ റൗഡിയല്ല സാർ. റൗഡിത്തരം കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതാ നല്ലവനാ സാർ. എന്റെ ഈ 2 മക്കളും എനിക്ക് അഭിമാനം തന്നെയാ സാർ. അഭിമാനം? അതെ, വെള്ളമടിച്ച് ബോധമില്ലാതെ ഇവൻ എന്തൊക്കെയാ കാണിച്ചെന്നറിയൂ? ഞാനെന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ല അച്ഛാ. ഒരു മാപ്പ് പറയാൻ പറഞ്ഞേരാ. ഇവനോട് ഞങ്ങളെ സോറി പറയണോ അത്രേ? ഇവൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ തെറ്റ് തന്നെ, സമ്മതിച്ചു സാർ. എന്നാലും കള്ളനെയും പിടിച്ചു പറിക്കാരെയും പോലെ ഷർട്ടിടാതെ ഇങ്ങനെ ലോക്കപ്പിലിട്ടത് ശരിയായില്ല സാർ. എന്താ ഷർട്ട്? ഇതൊക്കെ കാണാനാണോ ദൈവം എനിക്കിങ്ങനെ ആയുസ് നീട്ടി തന്നെ? അച്ഛാ, അതേ, പ്രസവിച്ചിട്ടാ മാത്രം പോരാ. അച്ഛനമ്മമാരാകുമ്പോ മക്കളെ വളർത്താനും കൂടി പഠിക്കണം. ഇല്ലെങ്കിലേ മക്കൾ ഇതുപോലെ കുടിയനും റൗഡിയും ഒക്കെ ആവും. നിർത്ത. ഞങ്ങൾ അത്രക്കാരല്ലെന്ന് പറഞ്ഞു. എന്റെ അച്ഛനെ അപമാനിക്കരുത്. ഡാ, ഒരു നാൾ നിന്നെയും പിടിച്ചതുപോലെ ലോക്കപ്പിലിടും ഞാൻ. അത് അടുത്ത് തന്നെ നടക്കും. സാർ, എന്റെ മോൻ ചെയ്ത തെറ്റിന് അവനോട് ക്ഷമിക്കണം സാർ. അവനെ വെറുതെ വിടണം. അവനെ വിടാൻ പറ്റില്ല. കേസ് ഫയൽ ചെയ്തു, FIR കിട്ടു. ഇനി കോടതിയിൽ കാണാം. സച്ചി, സാറ് പറയുന്ന കേട്ടില്ലേ? എടാ സച്ചി, തല്ലടാ, തല്ലി പൊളിക്ക്. സുധി, എന്റെ ഷർട്ട് തരാൻ പറയാ. കുറെ സമയമായി അവൻ പറയുന്നു അവന്റെ അനിയൻ വന്ന് ആരെയും വെച്ചേക്കത്തില്ലെന്ന്. എനിക്ക് വന്ന് തല്ലടാ, ഞങ്ങളെ തല്ലടാ. നീ റൗഡിയാണല്ലോ, എന്റെ ഷർട്ട് കയറി പിടിച്ചവനല്ലേ? നിന്റെ ചേട്ടൻ പറഞ്ഞല്ലോ എന്നെ തല്ലാൻ. തല്ലടാ.
തല്ലടാ. നീ റൗഡിയാണല്ലോ. എന്റെ ഷർട്ട് കയറി പിടിച്ചവനല്ലേ? നിന്റെ ചേട്ടൻ പറഞ്ഞില്ല എന്നെ തല്ലാൻ. തല്ലടാ. സച്ചി തല്ലി പൊളിക്കടാ എല്ലാത്തിനെയും. സുധി മിണ്ടാണ്ടിരിക്കെ. ഞാൻ പറഞ്ഞു എന്നോടുള്ള ദേഷ്യം അവനോട് കാണിക്കരുതെന്ന്. അവൻ കുടിച്ചു വന്നത് ശരിയാ, പക്ഷെ അവൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ അവനെ പിടിച്ച് അകത്തിട്ടത്? വായടക്കടാ. ഒച്ച ഒച്ച നിന്നെയും പിടിച്ച് അകത്തിടും, ഇവനെ പോലെ ഷർട്ട് അഴിപ്പിച്ചിട്ട്. സാർ, അവൻ എല്ലായ്പ്പോഴും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല. മനപ്രയാസം കാരണം കുടിച്ചതാ. ക്ഷമിക്കണം സാർ, അവനെ വെറുതെ വിടണം. അവനെ വെറുതെ വിടാൻ പറ്റില്ല. എന്തുകൊണ്ട് വിടാൻ പറ്റില്ല? വിടാൻ പറ്റാതിരിക്കാൻ മാത്രം കുറ്റമൊന്നും അവൻ ചെയ്തിട്ടില്ല. മര്യാദയ്ക്ക് വിടവനെ. നീ എന്താണ് ഓർഡർ ഇടണോടാ? ഇവനെ വിട്ടില്ല നീ എന്ത് ചെയ്യും? അല്ല, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? വെളിയിപ്പോ, ഇല്ലെങ്കിൽ നീയോ അകത്ത് കിടക്കും. സജി, നീ വിളിച്ചല്ലേ? അച്ഛാ, ഞാനെന്തിനു വെളി പോണം? എന്നോടുള്ള ദേഷ്യത്തിന് എങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ പോ സജി, ഞാനല്ലേ പറയുന്നേ. സജി വേണ്ട സജി, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. വാ വാ വരൂ പ്ലീസ്. ചെല്ലുമനെ, ഞാനോട്ട് വരാം. ചെല്ല, അച്ഛാ എന്റെ സാർ. മിണ്ടാതിരിക്കേ. അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. സുധിയെ വെറുതെ വിടണം സാർ. പ്ലീസ് സാർ. സാർ, അവനെ സാർ, എന്റെ മകനകത്ത് കിടക്കുന്നേ. അവൻ അങ്ങനെ കുടിച്ചു നടക്കുന്നവനല്ല, കുടിക്കാറില്ല. കുടുംബത്തില് ചെറിയൊരു പ്രശ്നം, ആ മനോവിഷമത്തിൽ കുടിച്ചതാ. അവൻ സ്വബോധമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച്. അവന്റെ പേരിൽ കേസെടുക്കരുത് സാർ. അവനെ വിടണം. അവന് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുക. സാർ, പ്ലീസ് സാർ. അവന്റെ അച്ഛനാണ് ഞാൻ. ഇന്നേ വരെ അവനെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. നല്ല വിദ്യാഭ്യാസമുണ്ട്, വലിയൊരു ഷോറൂം നടത്തുന്നുണ്ട്. ആദ്യമായിട്ടാ സാർ ഇങ്ങനെ. ഇനി ഇത് ആവർത്തിക്കില്ല സാർ, ഞാൻ ഉറപ്പ് തരാം. അവനെ അരുൺ, അവനെ വിട്ടേക്ക്. സാർ, കേസെടുത്ത് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാനും പറ്റുമല്ലോ. ഒരച്ഛനും മക്കളെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കില്ല. ഇങ്ങനെ കാണേണ്ടി വന്നതിന്റെ സങ്കടം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണുന്നുണ്ട്. ഇങ്ങനെ കാണേണ്ടി വന്നതിന്റെ സങ്കടം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണുന്നുണ്ട്. അവനെ വിട്ടേക്ക്. ശരി സാർ. നന്ദിയുണ്ട് സാർ. ഇറങ്ങടാ. ആ ഷർട്ടിങ് എടുക്ക്. ആ, എന്ത് കോലമാണത്? ഇട. അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വാടാ. എന്നോടുള്ള ദേഷ്യം തീർക്കുക പോലീസുകാരൻ. അയാൾ വിടുമെന്ന് തോന്നുന്നില്ല. രേവതിക്ക് എസ് ഐ സാറിന്റെ ഭാര്യ പരിചയമുണ്ട്. അവരെ വിളിച്ച് എസ് ഐ സാറിനോട് പറയാൻ പറഞ്ഞാലോ? അത് നല്ലതാ. വരുന്നുണ്ടല്ലോ. സാറേ, നമസ്കാരം. അങ്ങോട്ട് പോ, അങ്ങോട്ട് നടക്ക. സ്റ്റെപ്പ് പതുക്കെ. സുധി, ഞാൻ ഓക്കേ. എന്നെ വിട്ടുവല്ലേ? ഞാൻ കരുതി വിടൂല്ല എന്ന്. എടാ സച്ചി, നീ പോയി അഹങ്കാരി അടിക്കടാ. അവന്റെ എല്ലാം അടിച്ച് ഓടിക്ക്. സച്ചി, നീ ഇവനെ പിടിച്ച് വണ്ടി കയറ്റി. അച്ഛാ, അവൻ എന്നോട് കള്ളം പറഞ്ഞു. എടാ, ഒന്നും മിണ്ടാതിരിക്കുക. ബഹളം ഉണ്ടാക്കല്ലേ സുധി. ഇതിനെ കൊണ്ട് നീ വണ്ടി വണ്ടി കയറി സുധി. ഈ വണ്ടിയല്ലോ, ആ വണ്ടി കയറി. ആ വണ്ടി വന്നതിലായിരിക്കാം. നീ ഇങ്ങോട്ട് കയറി. എടാ സച്ചി, അവന്റെയൊക്കെ തലതല്ലി പൊളിക്കാതെ നീ ഇവിടുന്ന് പോകരുത്.
കേറിക്കേ. പതുക്കെ എടുത്ത് തല മര്യാദക്ക് ഇരിക്കുക അങ്ങോട്ട്. എന്നാ ശരി, ശരി നിങ്ങൾ ശരി ചെല്ലാം. ഓക്കെ. പതുക്കെ. കേറ്. എന്നെ കേ- എങ്ങോട്ടാ സുധി, കൊണ്ടുപോകുന്നത്? കേറങ്ങോട്ട്. ഏ? ചെല്ല്. അകത്തോട്ട് വാ. ഇത് അവനെ വീടല്ലേ? നീ വന്നേ. പോലീസുകാരടുത്ത് മാപ്പ് പറഞ്ഞില്ലടാ. ഇറങ്ങി. എടാ, വാ ഇങ്ങോട്ട്, അച്ഛനാ വാ ഇങ്ങോട്ട്, വാ. അച്ഛാ അങ്ങോട്ട് ഇരുത്താം. പതുക്കെ. അച്ഛൻ അങ്ങോട്ട് ഇരിക്കെ. അവിടെ ഇരിക്കേ. സച്ചേട്ടാ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഞങ്ങൾ പോകേണ്ടവന് രക്ഷപ്പെട്ടു. അമ്മേ, 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 സുധി വന്നമ്മേ, അമ്മേ, എന്റെ അമ്മ എവിടെ? അമ്മേ. അമ്മ ഇവിടെ ഇല്ല. പിന്നെ അമ്മ എവിടെ പോയി? അറിയില്ല. എനിക്ക് എന്റെ അമ്മ ഇപ്പൊ കാണണം. അവിടെ എനിക്ക് എന്റെ അമ്മ ഇപ്പൊ കാണണമെന്ന്. എനിക്ക് എന്റെ അമ്മയോട് ഇപ്പൊ സംസാരിക്കണം. എനിക്ക് എന്റെ അമ്മയോട് സംസാരിക്കണം. എനിക്ക് എന്റെ അമ്മ ഇപ്പൊ അമ്മ എവിടെ പോയെന്ന് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് എന്റെ അമ്മയേ ഉള്ളൂ. എനിക്ക് വേറെ ആരുമില്ല. അമ്മേ, ഡാ, ഞങ്ങളൊക്കെ അല്ലേ നിനക്ക്? ഞങ്ങൾ നിന്റെ ആരുമല്ലേ? അമ്മ മാത്രമല്ല, എല്ലാരും ഉണ്ട് നിനക്ക്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല അച്ഛാ. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. സോറി അച്ഛാ, സോറി. സുധി, തെറ്റ് പറ്റിപ്പോയി അച്ഛാ. എന്താണ്? എനിക്ക് എന്നെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛനെ ഞാൻ ചതിച്ചിട്ടുണ്ട്. ഛേ, അതൊക്കെ ഇവിടെ. അതിനൊക്കെ കൂടി എനിക്ക് കിട്ടിയ ശിക്ഷയാണോ അച്ഛാ ഇത്? എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി അവൾ ഈ വീട്ടിൽ ഉണ്ടാവില്ല. എല്ലാവരും അവളെ അങ്ങ് മറന്നേക്ക്.